കാലിന് എനിക്ക് യാത്ര എല്ലാം ചെയ്ത് കഴിയുമ്പോൾ നീര് വരും. മാതാവിൻ്റെ തൈലമെടുത്ത് പുരട്ടി പ്രാർത്ഥിച്ചതിന് ഫലമായിട്ട് എനിക്കിതിന് ശേഷം ഇതുവരെയായിട്ട് എൻ്റെ കാലുമ നീര് വരികയോ കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. എൻ്റെ കുട്ടിയായാലും 9 വയസ്സുള്ളൊരു മോളാണ് എനിക്കുള്ളത്. അവളും ഇപ്പോൾ എന്തുണ്ടെങ്കിലും ഒരു അസുഖം വന്ന കൃപാസനത്തിൽ മാതാവിൻ്റെ തൈലോ തേനോ തരോ എന്ന് ചോദിക്കും. അവൾ തന്നെ പ്രാർത്ഥിക്കും. ഞാൻ കിടക്കുമ്പോഴൊക്കെ സാക്ഷ്യങ്ങൾ അല്ലെങ്കിൽ പ്രാർത്ഥനകൾ ധ്യാനത്തിൻ്റെ ഇത് കേൾക്കാൻ പറ്റിയില്ലെങ്കിൽ അതിട്ട് വയ്ക്കാറുണ്ട്. അപ്പോൾ ചില ദിവസങ്ങൾ ഇട്ടില്ലെങ്കിൽ മോളിനോട് കൃപാസനത്തിൽ ഇടണില്ലേ മമ്മി, കൃപാസനത്തിൽ ധ്യാനം ഇടണില്ലേ എന്ന് ചോദിക്കും. 9 വയസ്സുള്ളവൾക്ക്. കൃപാസന മാതാവിനും ഈശോയ്ക്കും 1000 നന്ദി. ഞാൻ ഉടമ്പടി എടുത്തത് 2023 ജൂൺ 3-നാണ്. 2018 തൊട്ട് ഞാൻ കൃപാസനത്തിനെ പറ്റി അറിയുന്നതാണ്. അന്നൊന്നും ഇവിടേക്ക് വരുവാനോ പ്രാർത്ഥിക്കാനോ ഞാൻ ഇതായിരുന്നില്ല. ഓൺലൈൻ വഴി ആരാധനകളിൽ പങ്കെടുക്കുമായിരുന്നു. അതും കുറച്ച് നേരമായിരുന്നു. പക്ഷേ അതിനുശേഷം ഞാൻ സിംഗപ്പൂർ നഴ്സിംഗ് ജോലിക്കായിട്ട് പോയിരുന്നു. അതിൻ്റെ ഇടയിൽ UKV എക്സാം എഴുതി പാസ്സാവുകയും ഏജൻസി വഴി പോകാനായിരുന്നു നോക്കിയിരുന്നത്. അവർ ഈ വർഷം ഫെബ്രുവരിയിൽ എനിക്ക് പോകാൻ കഴിയുമെന്ന് പോകാൻ പറ്റുമെന്ന് പറഞ്ഞു. ഞാൻ അതനുസരിച്ച് 3 മാസത്തെ റിസൈൻ കൊടുത്ത് ഫെബ്രുവരി ലാസ്റ്റ് നാട്ടിലേക്ക് വരികയുണ്ടായി. അന്ന് തൊട്ട് ഞാനിത് ഒക്ടോബറിലാണ് ഈ പ്രോസസ്സിങ് തുടങ്ങിയത്. അന്ന് തൊട്ട് ഫെബ്രുവരി മാർച്ചൊക്കെ ഇപ്പോഴേക്കും പോകാൻ പറ്റുമെന്നാണ് പറഞ്ഞിരുന്നത്. അന്ന് തൊട്ട് ഓരോരോ കാരണങ്ങളാൽ ഇൻ്റർവ്യൂസ് നീങ്ങി പോയിരുന്നു. ആഴ്ചകളും മാസങ്ങളെല്ലാം പോയി. നാട്ടുകാരും വീട്ടുകാരെല്ലാം ചോദിക്കാൻ തുടങ്ങി, എന്തായി നീ പോണില്ലേ, പോകുമെന്ന് പറഞ്ഞിട്ട് എന്തായി. വളരെ വിഷമിച്ചിരിക്കുന്ന അവസ്ഥയിലായിരുന്നു. അങ്ങനെ ഈസ്റ്ററിൻ്റെ അന്ന് ഞാൻ ഞായറാഴ്ചകൾ മാത്രം പള്ളിയിൽ പോകുന്ന ഒരു വ്യക്തിയായിരുന്നു. അങ്ങനെ ഈസ്റ്ററിൻ്റെ അന്ന് കുർബാന കഴിഞ്ഞ് നിൽക്കുമ്പോൾ അടുത്ത വീട്ടിലൊരു കുട്ടി കൃപാസനത്തിൽ ഒന്ന് ഉടമ്പടി എടുത്തിരുന്നൊരു കുട്ടി എന്നോട് ചോദിച്ചു, ചേച്ചിയുടെ ആയില്ലേ, പാസ്പോർട്ട് കൊണ്ടുവന്ന് ഞാൻ ഉടമ്പടി തൈലം എടുത്ത് കുരിശ് വരച്ച് പ്രാർത്ഥിക്കുക, ഞാനും പ്രാർത്ഥിച്ചോളാം. അപ്പോഴും ഞാൻ അന്ന് തൊട്ട് ഞാനും ഓൺലൈൻ വഴി ഫേസ്ബുക്കിൽ രാവിലെ 5:30 വരുന്ന പ്രാർത്ഥനയും വൈകുന്നേരത്തെ പ്രാർത്ഥനയൊക്കെ എത്തിക്കാൻ തുടങ്ങി. ആ കുട്ടി പ്രാർത്ഥിക്കുന്നുണ്ട്, ഞാനും പ്രാർത്ഥിക്കുന്നുണ്ട്, എനിക്ക് ശരിയാവുമെന്നെല്ലാം വിചാരിച്ചു. പക്ഷേ എന്നിട്ടും നടന്നില്ല. മാതാവിൻ്റെ അടുത്ത് വന്ന് തന്നെ കാര്യങ്ങൾ മാതാവ് എന്നെ ഇവിടെ വരുത്താൻ വേണ്ടിയിട്ടാണ് ഇത്ര നീട്ടുന്നതെന്ന് എനിക്ക് മനസ്സിലായി. ഞാനങ്ങനെ മെയ് 8-ാം തീയതി ആദ്യമായിട്ട് ഇവിടെ വന്നു. 1-1:30 ഇപ്പോൾ വന്നു. ചാലക്കുടിയിൽ നിന്നാണ് ഞാൻ വരുന്നത്. അപ്പോൾ എനിക്കറിയില്ല, ഒറ്റയ്ക്കാണ് വരുന്നത്. അപ്പോൾ ആ കുട്ടി പറഞ്ഞു, നേരെ ഇവിടെ വന്ന് ഇറങ്ങാൻ ചേച്ചി, ബസ് നേരെ മുമ്പിൽ വന്ന് നിർത്തും, കൃപാസനത്തിൻ്റെ പള്ളിയുടെ മുമ്പിൽ വന്നാൽ നിർത്തണേന്ന് പറഞ്ഞു. വന്നു കുറച്ച് നേരം പ്രാർത്ഥിച്ചു, വിശ്വാസപ്രമാണം കൊണ്ടെത്തിച്ച് മാതാവിനോട് പ്രാർത്ഥിച്ച് ഞാൻ തിരിച്ചു പോയി. ആ മാസം കടന്നുപോയി, ഒന്നും നടന്നില്ല. അങ്ങനെ കൃത്യം ഒരു മാസം ആവുന്നതിന് മുമ്പ് മെയ് 8-ാം തീയതിയാണ് ഞാൻ ആദ്യമായിട്ട് വന്നത്. അതിനുശേഷം ജൂൺ 3-ാം തീയതി, ഒരു മാസം ആവുന്നതിന് മുമ്പ് എനിക്ക് ഉടമ്പടി എടുക്കണം എന്നുള്ള ആഗ്രഹം വന്നു. എനിക്ക് എടുക്കണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിലും അതിൽ പൂർണ്ണമായിട്ട് ഉടമ്പടി പൂർത്തീകരിക്കാൻ പറ്റുമോ എന്നുള്ളൊരു ഭയം ഉണ്ടായിരുന്നു. കളിതമാശയായിട്ടോ അല്ലെങ്കിൽ പകുതി വെച്ച് നിർത്തി പോകരുതെന്ന് എനിക്ക് നിർബന്ധം ഉണ്ടായിരുന്നു. പക്ഷേ ഞാൻ രണ്ടും കൽപ്പിച്ച് വന്ന് ഉടമ്പടി എടുത്തു. ഞാൻ പറഞ്ഞു, ഒരു മാസമായിട്ടില്ല, ഞാൻ വീണ്ടും പോവുകയാണ് മമ്മി, ഞാൻ ഉടമ്പടി എടുക്കാൻ പോവുകയാണെന്ന് പറഞ്ഞു. വീട്ടുകാരും ഹസ്ബൻഡ് വീട്ടുകാരെല്ലാവരും വളരെ സപ്പോർട്ടായിരുന്നു. ഞാൻ വീണ്ടും ഒറ്റയ്ക്ക് വന്ന് ഉടമ്പടി എടുത്തു. അതിനുശേഷം ഒരു ഇൻ്റർവ്യൂ അതിന് മുമ്പ് ഞാൻ അറ്റൻഡ് ചെയ്തു. വളരെ നല്ല രീതിയിലാണ് ഞാൻ അറ്റൻഡ് ചെയ്തത്. പക്ഷേ എനിക്കത് ലഭിച്ചില്ല. ഞാനത് കിട്ടുമെന്ന് പ്രതീക്ഷിച്ചു, കിട്ടിയില്ല. ജൂൺ 3-ാം തീയതി ഉടമ്പടി എടുത്ത് ജൂൺ 15-ാം തീയതി എനിക്ക് വീണ്ടും ഒരു ഇൻ്റർവ്യൂ അറേഞ്ച് കിട്ടി. ആ ഇൻ്റർവ്യൂ 15-ാം തീയതി ആയിരുന്നു. മാതാവിൻ്റെ കാശിരൂപം കയ്യിൽ പിടിച്ചാണ് ഞാൻ ഇൻ്റർവ്യൂവിൽ അറ്റൻഡ് ചെയ്തത്. നല്ല രീതിയിൽ തന്നെ അറ്റൻഡ് ചെയ്തു. ഇൻ്റർവ്യൂവിൽ പറഞ്ഞിരുന്നു സെലക്ട് ആവണമെങ്കിൽ മെയിൽ വഴി അറിയിക്കുമെന്ന് പറഞ്ഞു. പിറ്റേ ദിവസം കൃത്യമൊരു ദിവസത്തിന് ആയില്ല, നേരമായപ്പോഴേക്കും എനിക്ക് ഇൻ്റർവ്യൂ ഓഫർ ലെറ്റർ വരികയും 29-ാം തീയതി എൻ്റെ COS വരികയും ചെയ്തു. അവിടുത്തെ 29-ാം തീയതി 30-ാം തീയതി ഞാൻ വീണ്ടും മാതാവിൻ്റെ അടുത്ത് വന്ന് ഞാൻ എൻ്റെ COS പ്രിൻ്റ് ഔട്ട് എടുത്തിട്ട് വന്ന് പ്രാർത്ഥിച്ചു. അതിനുശേഷമാണ് ഞാൻ വിസ വർക്കിന് VFSനുള്ള പേപ്പർ വർക്കെല്ലാം ചെയ്യാൻ വേണ്ടി കൊടുത്തത്. അന്ന് ഇവിടെ നിന്നും COS മുത്തിച്ചെല്ലാം പ്രാർത്ഥിച്ച് പോയി വീട്ടിൽ ചാലക്കുടി എത്തുമ്പോൾ സമയം 5:30-6 മണി ആയിട്ടുണ്ടായിരുന്നു. ഒരു കമ്പ്യൂട്ടർ സെൻറ്ററിൽ പോയിട്ടാണ് പേപ്പർ വർക്ക് ചെയ്യേണ്ടത്. ഒന്നും ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല, കുറേ നേരം എടുത്ത് ചെയ്യുന്ന പേപ്പർ വർക്കായിരുന്നു. ആ കമ്പ്യൂട്ടർ സെൻറ്റർ 7 മണിക്ക് പൂട്ടുന്നതാണ്. എങ്കിലും അന്നും മാതാവിൻ്റെ കാശിരൂപം ഇതെല്ലാം പിടിച്ചാണ് ഞാൻ പോയിരുന്നത്. അവർ 9 മണി വരെ നിന്ന് എനിക്ക് എൻ്റെ പേപ്പർ വർക്കെല്ലാം ചെയ്ത് തരികയും ഞാനത് അഴിച്ചു കൊടുത്ത് ജൂലൈ 4-ാം തീയതി എനിക്ക് VFSലേക്ക് ഡേറ്റ് എടുക്കാൻ വേണ്ടി പോവുകയും ജൂലൈ 17-ാം തീയതി എനിക്ക് എൻ്റെ VFS അപ്പോയിൻമെൻറ്റ് കിട്ടി. ഈ കൃത്യം ഉടമ്പടി എടുത്ത് 2 മാസം തികയുന്നതിന് മുൻപേ എനിക്ക് എൻ്റെ വിസ ഇപ്പോൾ അടിച്ചു വരികയും ചെയ്തു. ഞാനപ്പോൾ മാതാവിനോട് പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു, മാതാവേ, ആദ്യത്തെ ഉടമ്പടി തിരികളിൽ നീലത്തിരി തീരുന്നതിന് മുമ്പ് എനിക്ക് COS കിട്ടി. ആ പച്ചത്തിരി തീരുന്നതിന് മുമ്പ് എനിക്ക് എൻ്റെ വിസ ലഭിക്കണമെന്ന്. ഈ 2 ദിവസത്തിനുള്ളിൽ എൻ്റെ ഉടമ്പടിയിൽ ലഭിച്ച എൻ്റെ പച്ചത്തിരിയും കൂടി തീരുകയാണ്. അതിന് മുമ്പ് എനിക്ക് മാതാവ് വിസ എൻ്റെ കയ്യിൽ എത്തിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതുപോലെ തന്നെ എൻ്റെ ഹസ്ബൻഡ് സിംഗപ്പൂർ ഡ്രൈവറാണ്. അപ്പോൾ സിമെൻറ്റ് ട്രക്കറാണ് ഓടിക്കുന്നത്. രാവിലെ 5:30 ഞാനിവിടെ പ്രത്യക്ഷീകരണ പ്രാർത്ഥന എത്തിച്ചതിന് ശേഷം പ്രാർത്ഥന എല്ലാം കഴിഞ്ഞ് ഞാൻ ആളെ വിളിക്കാറുണ്ട്. അന്ന് വിളിച്ചപ്പോൾ ആൾ ഫോൺ എടുക്കണില്ല.
അപ്പോൾ മാക്സിമം എടുക്കുന്ന ആളാണ്, എന്തുണ്ടെന്ന് തോന്നി. പക്ഷേ അധികമൊന്നും കാര്യമാക്കിയില്ല, തിരക്ക് എന്തെങ്കിലും ആണെന്ന് വിചാരിച്ച് ഒരു 8 മണിയൊക്കെ ആയപ്പോൾ, രാവിലെ ഇവിടുത്തെ 8 മണിയായപ്പോൾ അവിടെ 10:30 കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ എടുത്തപ്പോൾ പറഞ്ഞു ഇങ്ങനെ വണ്ടി ഒന്ന് ചെറുതായിട്ട് തട്ടി. ആളുടെ വലിയൊരു വണ്ടിയാണ്. അപ്പോൾ സൈഡിൽ വേറൊരു കാറ് വന്ന് അവരുടെ മിസ്റ്റേക്കായിരുന്നു, തട്ടി. പക്ഷേ 2 കൂട്ടർക്കും ഒരു കേസിലേക്കോ അല്ലെങ്കിൽ ഒരു അപകടങ്ങളോ ഇല്ലാതെ മാതാവ് അവിടെയും കാത്ത് പരിപാലിച്ചു. ഞാൻ പറഞ്ഞു ഞാനിവിടെ എപ്പോഴാണ് തട്ടിയെന്ന് ചോദിച്ചു. അപ്പോൾ അവിടുത്തെ സമയം പറഞ്ഞു. ആ സമയം വെച്ച് നോക്കുമ്പോൾ എനിക്ക് ഇവിടെ 5:30 ആയിട്ടുള്ളൂ. ഞാൻ കൃപാസനത്തിൽ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലിക്കൊണ്ടിരിക്കുന്ന സമയമായിരുന്നു. ഞാൻ പറഞ്ഞു ഞാനിവിടെ പ്രാർത്ഥന എത്തിക്കുന്ന സമയമാണ്, മാതാവാണ് കാത്തത് എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ഉടമ്പടിയിലില്ലാതെ നിരവധി അനുഗ്രഹങ്ങൾ എനിക്ക് മാതാവ് തന്നു. എൻ്റെ കാലിന് എനിക്ക് യാത്രയെല്ലാം ചെയ്ത് കഴിയുമ്പോൾ നീര് വരും. മാതാവിൻ്റെ തൈലം എടുത്ത് പുരട്ടി പ്രാർത്ഥിച്ചതിന് ഫലമായിട്ട് എനിക്കിതിന് ശേഷം ഇതുവരെയായിട്ട് എൻ്റെ കാലുമ നീര് വരികയോ കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. എൻ്റെ കുട്ടിയായാലും 9 വയസ്സുള്ളൊരു മോളാണ് എനിക്കുള്ളത്. അവളും ഇപ്പോൾ എന്തുണ്ടെങ്കിലും ഒരു അസുഖം വന്ന കൃപാസനത്തിൽ മാതാവിൻ്റെ തൈലോ തേനോ തരോ എന്ന് ചോദിക്കും. അവൾ തന്നെ പ്രാർത്ഥിക്കും. അവൾ ഞാൻ കിടക്കുമ്പോഴൊക്കെ സാക്ഷ്യങ്ങൾ അല്ലെങ്കിൽ പ്രാർത്ഥനകൾ ധ്യാനത്തിൻ്റെ ഇത് കേൾക്കാൻ പറ്റിയില്ലെങ്കിൽ അതിട്ട് വെക്കാറുണ്ട്. അപ്പോൾ ചില ദിവസങ്ങൾ ഇട്ടില്ലെങ്കിൽ മോളെന്നോട് ചോദിക്കും കൃപാസനത്തിൽ ഇടണില്ലേ മമ്മി, കൃപാസനത്തിൽ ധ്യാനം ഇടണില്ലേ എന്ന് ചോദിക്കും. 9 വയസ്സുള്ള അവൾക്ക്. അവൾ നല്ല രീതിയിൽ മാതാവിനോട് എടുത്തിട്ടുണ്ട്. പള്ളിയിലായാലും ഞാൻ ഞായറാഴ്ചകളിൽ മാത്രം പോകുന്ന ഒരാളാണ്. ഇവിടെ വന്നു ഈ പോകാനുള്ള കാലത്തിൻ്റെ ഇടയിൽ മമ്മിയും ഡാഡിയും പറഞ്ഞു നിബി നീ പള്ളിയിൽ പോയി ഒന്ന് പ്രാർത്ഥിക്കുക. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് ഇച്ചിരി ഉറക്കമൊക്കെ ഉള്ള ആളാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്കിപ്പോൾ പോകാറായി, ഇപ്പോൾ കിടന്നുറങ്ങാൻ എനിക്ക് പറ്റുള്ളൂ, രാവിലെ തൊട്ടടുത്ത പള്ളി. അപ്പോൾ ഞാൻ പറഞ്ഞത് ഇപ്പം എൻ്റെ വിസ വരും മമ്മി, എനിക്ക് ഇപ്പോഴൊക്കെ ഉറങ്ങാൻ പറ്റുള്ളൂ, ജോലിക്ക് കയറി എനിക്ക് ഉറങ്ങാനൊന്നും പറ്റില്ല. പക്ഷേ ഇപ്പോൾ ഈ 8 മാസം എടുത്ത 8-9 മാസത്തെ തടസ്സങ്ങളാണ് എനിക്ക് ഉടമ്പടി എടുത്ത് ഒരു 1.5 മാസം കൊണ്ട് എനിക്ക് മാറി കിട്ടിയത്. അതിനു മുമ്പേ ഞാൻ ഒരു ഏപ്രിൽ തൊട്ട് ഞാൻ മുടങ്ങാതെ രാവിലെ എണീറ്റ് പ്രാർത്ഥന എത്തുകയും പള്ളിയിൽ പോകുകയും ചെയ്തു. പള്ളിയിൽ ഏറ്റവും ലാസ്റ്റ് ഇരുന്ന് കുർബാന സ്വീകരിക്കുന്ന കുർബാനയിൽ പങ്കെടുക്കുന്ന ആളായിരുന്നു ഞാൻ. ഈസ്റ്ററിന് പോലും പുറത്തിരുന്നാണ് ഞാൻ കുർബാന കണ്ടത്. ഞാൻ ഇന്ന് അൾത്താരയുടെ ഏറ്റവും മുൻപിലിരുന്നില്ലെങ്കിൽ എനിക്ക് കുർബാന ഭയങ്കര വിഷമമാണ്. ഒന്ന് മുടങ്ങിയാലോ ആ കുർബാന ഉൾക്കൊള്ളാൻ പറ്റിയില്ലെങ്കിലോ എന്നുള്ളൊരു വിഷമമാണ് എനിക്ക്. എന്തെങ്കിലും ഒരു ചിന്ത വരാതിരിക്കാൻ, മുമ്പിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ അതിൽ പോലും എൻ്റെ ചിന്ത വേറൊരു ചിന്തയിലേക്ക് പോയി കുർബാനയിൽ വേറെ തടസ്സങ്ങളൊന്നും ഇല്ലാതിരിക്കാൻ ഇപ്പോൾ ഞാൻ ഏറ്റവും ആൾത്താരയുടെ തൊട്ട് മുമ്പിലുള്ള സ്റ്റെപ്പിൻ്റെ അവിടെ ഇരുന്നാണ് ഇപ്പോൾ ഞാൻ കുർബാന കൂടുന്നത് കഴിഞ്ഞ കുറേ നാളുകളായിട്ട്. മകൾക്കായാലും മുഖത്തിങ്ങനെ തടിപ്പുകളൊക്കെ ഉണ്ടായി. പണ്ടൊക്കെ ആണെങ്കിൽ ഞാൻ കലാമിനോ അല്ലെങ്കിൽ എന്തെങ്കിലും മരുന്നോ മുടിയൊക്കെ ഇട്ട് ഇങ്ങനെ തുടക്കുമായിരുന്നു. ആളുടെ മുഖം 2 മുഖത്തും എന്താണെന്നറിയില്ല കട്ടിൽ കിടന്ന് ഇങ്ങനെ തിരിഞ്ഞപ്പോഴേക്കും ഫുള്ള് തടിച്ചായിരുന്നു. ഞാൻ മുടിയിട്ടോ അല്ലെങ്കിൽ വേറെ ക്രീമുകളോ മരുന്നുകളോ ഒന്നും പുരട്ടില്ല. നേരെ മാതാവിൻ്റെ തൈലം എടുത്ത് വിശ്വാസപ്രമാണം ചൊല്ലിയാണ് പ്രാർത്ഥിച്ച് ഒരു വിത്തിൻ 5 മിനിറ്റ്സിൽ അവളുടെ അതെല്ലാം തടിപ്പുകളെല്ലാം മാറുകയും ചെറിയൊരു കുഞ്ഞ് കുരുക്കൾ പോലും മാത്രമായി, അതും 2 ദിവസത്തിനുള്ളിൽ മാറി. അതുപോലെ തന്നെ എൻ്റെ മമ്മിയുടെ ചേച്ചിയുടെ വീട്ടിൽ യാദൃശ്ചികമായിട്ട് അന്ന് ഓയിലും തൈലം കൊണ്ട് പോയത്. ചെന്നപ്പോൾ ആൻറ്റിയുടെ മേൽച്ചുണ്ട് ഫുള്ള് ഇങ്ങനെ ഉറുമ്പെന്തോ കടിച്ചിട്ട് വളരെ വീർത്തിരിക്കുകയായിരുന്നു. അപ്പോൾ എന്ത് പറ്റി ആൻറ്റി എന്ന് ചോദിച്ചപ്പോൾ ആൻറ്റി പറഞ്ഞു അറിയില്ല, എന്തോ കടിച്ചതാണെന്ന് തോന്നുന്നു. അപ്പോൾ ഞാൻ ചെപ്പം കടിച്ചതാണ്. അപ്പോൾ പറഞ്ഞു രാവിലെ എന്ന് തോന്നുന്നു എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു എന്നെ മാതാവ് ഇവിടെ വരുത്തിയതാണ് ആൻറ്റി എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു അതെ കുറച്ചേ ഉള്ളൂ, പക്ഷേ ഇത് മാതാവ് എന്നെ ആൻറ്റിക്ക് തരാൻ വേണ്ടി ഇവിടെ വരുത്തിയതായിരിക്കും എന്ന് പറഞ്ഞ് ആൻറ്റിയുടെ ചുണ്ടുമേ പെരട്ടിക്കൊടുത്തു. ഞാൻ ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ അത് താഴുവാൻ തുടങ്ങി. വൈകിട്ടായപ്പോൾ വിളിച്ചു ചോദിച്ചപ്പോൾ അത് പൂർണ്ണമായിട്ട് മാറിയെന്ന് ആൻറ്റി പറഞ്ഞു. ഇതുപോലെ ഒട്ടനവധി നന്മകളും അനുഗ്രഹങ്ങളും എനിക്ക് മാതാവും ഈശോയും വഴി ലഭിച്ചു. ഈശോയ്ക്കും കൃപാസനമ്മയ്ക്കും 1000 നന്ദി അർപ്പിക്കുന്നു.